ഹലോ എവരിവൺ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ +2 അഡ്മിഷൻ എടുത്തിരിക്കുകയാണ്. +2 ബോർഡ് എക്സാമിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് നിങ്ങളെല്ലാവരും ഉള്ളത്. അപ്പോൾ നമുക്കറിയാം +2 ബോർഡ് എക്സാമിനോടൊപ്പം തന്നെ എൻട്രൻസും കൂടെ പ്രിപ്പയർ ചെയ്യാൻ ഒരു പക്ഷേ പല കുട്ടികൾക്കും ഒരു ടെൻഷനാണ്. ഇത് രണ്ടും കൂടെ മാനേജ് ചെയ്ത് പോകാൻ പറ്റുമോ എന്നൊക്കെ ഒരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവും. അപ്പം ഞാൻ പറയാൻ വന്ന ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ +2 ബോർഡ് എക്സാം ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഫുൾ A+ A1 ഒക്കെ വാങ്ങിയതിന് ശേഷം ഒരു വർഷം റിപ്പീറ്റ് ചെയ്ത് എൻട്രൻസ് ക്രാക്ക് ചെയ്യാമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ ആ ഒരു വിചാരം തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അതേസമയം ആദ്യ ചാൻസിൽ തന്നെ, അതായത് ബോർഡ് എക്സാം കഴിയുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾ എൻട്രൻസ് എക്സാം അപ്പിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ അഡ്വാൻറ്റേജസ് നമുക്കുള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്കറിയാം JEE എക്സാമിനെ പറ്റി ഞാൻ ആദ്യം പറയുകയാണ്. JEE എക്സാം 2 ഫേസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു വർഷം നടത്തുന്നത്. അപ്പോൾ ഫസ്റ്റ് ചാൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ +2നോടൊപ്പം തന്നെ പഠിക്കുന്ന സമയത്തുള്ള ജനുവരി സെഷനിൽ JEEയുടെ എക്സാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞാൽ ആ വർഷം തന്നെ അതേസമയം ബോർഡ് എക്സാം കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം ഏപ്രിൽ മാസം എന്ത് ചെയ്യുന്നുണ്ട്, JEEയുടെ എക്സാം നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഈ ഒരു ഓൺഗോയിങ് ബാച്ച്, അത് +2 പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് 2 തവണ എന്ത് ചെയ്യാം, JEE അപ്പിയർ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ആ സമയത്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വർഷം കൂടി എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ 2 ചാൻസും കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും ഒരു വർഷം റിപ്പീറ്റ് ചെയ്ത് പോകുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് പിന്നീട് എന്തേ പറ്റുള്ളൂ, ആ ഒരു വർഷത്തെ 2 ചാൻസ് അങ്ങനെ കിട്ടുള്ളൂ. അപ്പോൾ ഓരോ വർഷം കഴിയുമ്പോഴത്തേക്കിന് കോമ്പറ്റീഷൻ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കോമ്പറ്റീഷൻ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാൻസസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഓരോ വർഷത്തെ എക്സാമുകളും ഡിഫറൻ്റ് ആയിട്ടായിരിക്കും വരുന്നത്. എക്സാമിൻ്റെ പാറ്റേണിൽ ചെറിയ മാറ്റങ്ങൾ വരും. ചില സമയത്ത് ക്വസ്റ്റ്യൻസ് കുറച്ച് ടഫ് ആവും. അങ്ങനെ അത് ഓരോ വർഷം എന്ത് ചെയ്യും, അതിൻ്റെ ട്രെൻഡ് മാറിക്കൊണ്ടേയിരിക്കും. സോ അപ്പോൾ പറഞ്ഞു വന്ന ഇത്രയാണ്. നിങ്ങൾ ബോർഡ് എക്സാമിനോടൊപ്പം തന്നെ JEEക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് ഫസ്റ്റ് തന്നെ JEEയുടെ ജനുവരി ഫേസിലെ എക്സാം നിങ്ങൾ അപ്പിയർ ചെയ്ത് നല്ലൊരു പെർസെൻറ്റേജിൽ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം ലാഭിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, JEE ക്രാക്ക് ചെയ്ത് നല്ലൊരു NITയിലോ IITയിലോ പ്ലേസ്ഡ് ആകാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നീറ്റിൻ്റെ കേസ് പറഞ്ഞാൽ തന്നെ നീറ്റിനും ഇതേപോലെയാണ്. ഓരോ വർഷം കഴിയുമ്പോഴത്തേക്കിന് കുട്ടികളുടെ എണ്ണം, അപ്പിയർ ചെയ്യുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ചാൻസിൽ തന്നെ നിങ്ങൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ കോമ്പറ്റീഷൻ കുറച്ച് കുറഞ്ഞിരിക്കും, നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. അപ്പോൾ പറഞ്ഞു വന്ന് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ പ്രിപ്പറേഷൻ ഫോർ നീറ്റ് ആൻഡ് JEE ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ബോർഡ് എക്സാമിനോടൊപ്പം തന്നെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുക. രണ്ടും മാനേജ് ചെയ്യുന്ന രീതിയിൽ തന്നെയായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. നിങ്ങൾക്കറിയാം നമ്മുടെ സൈലത്തിൻ്റെ സൂപ്പർ കിങ്സ് ബാച്ചിൽ ഇപ്പോൾ രണ്ടാമത് 2.0 ബാച്ചും കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർ കിങ്സ് 2.0 സ്റ്റേറ്റ് ബാച്ച്. സോ ഇനിയും നിങ്ങൾ എൻറോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാനുള്ളൊരു സമയമാണിപ്പോൾ. സോ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും സൈലത്തോടൊപ്പം തന്നെ JEEക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നീറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മുടെ സൂപ്പർ കിങ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.